ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിമി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല, +1കാർക്കും +2കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മറ്റേത് സൈറ്റുകളെക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിസൾട്ട് വരുന്ന ടൈമിൽ. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ കയറി സെർച്ച് ചെയ്താലും മതി കേരള ബോർഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വരും. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കാണിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർച്ച് കൊടുക്കുക, സെർച്ച് ബോർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരള ബോർഡ് എന്ന് കൊടുക്കുക. കേരള ബോർഡ് എന്ന് കൊടുക്കുമ്പോഴത്തേക്കും 10ൻ്റെ റിസൾട്ടും +2ൻ്റെ റിസൾട്ടും ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം വേറെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. റിസൾട്ട് എന്ന് അവിടെ കിടക്കും. അത് കൊടുക്കുമ്പോഴത്തേക്കും ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം വരും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ട കാര്യം അടിച്ച് നീക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. കാര്യത്തിലോട്ട് കിടക്കാം. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, വെറും വേസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതിൽ യാതൊരുവിധ മാറ്റവും. ഇപ്രാവശ്യത്തെ സേ എക്സാമും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും +2കാർക്ക് സേ എക്സാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഡിഗ്രിയുടെ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞ് ഒരു വിധമൊക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അങ്ങനെ റിസൾട്ട് ഒന്നും എന്തിനാണ്? സർട്ടിഫിക്കറ്റ് ഇവിടെ ചെമ്മലിൽ തൂക്കിയിട്ടിരിക്കാനാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ +1കാരുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത്. അടുത്ത വർഷം വരെ കാത്തിരുന്നിട്ട് അടുത്ത വർഷത്തെ സ്റ്റുഡൻസിൻ്റെ കൂടെ വേണം അവർ എക്സാം എഴുതാൻ. അതിനോടൊപ്പം തന്നെ അവർ വീണ്ടും വേറെ എക്സാം എഴുതും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് അവരെല്ലാം പഠിക്കണം. ഇതൊക്കെ എവിടത്തെ ഒരു ഇതാണ്? എന്ത് തേങ്ങയാണ് ഇവിടെ നടക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ചോദിക്കണതാണ്. ഇങ്ങനെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കണം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞു. മാന്യവും മര്യാദയ്ക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ഈ വർഷവും പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതെന്ത് തേങ്ങയാണ് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കണം? ആർക്കും ഒരു പ്രശ്നമില്ലാതെ പോവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തിത്തിരിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ കാണിക്കണമെന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും, നമ്മളൊക്കെ പാവങ്ങളായിരിക്കും. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വിദ്യാർത്ഥികളുടെ കൂടെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു തേങ്ങയുമില്ല. നിങ്ങൾ ഒരു വിദ്യാർത്ഥികളുടെ കൂടെയല്ല, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ അതേപോലെ ശരി നമ്മൾ അതേപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരിക്കലും ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിട്ട് എനിക്ക് ചിലപ്പോൾ പോലീസ് പിടിച്ചെന്ന് വരാം, ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരാം. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം പറയേണ്ട കാര്യം പറഞ്ഞ് തന്നെ തീർക്കണം. ഇതെന്ത് തേങ്ങയാണ് കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ സേ എക്സാമിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അത്രയും അവർ എന്താണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കിട്ടണം എന്നുള്ള ചിന്തയിലാണ് അവർ ചെയ്യുന്നത്. ഗവൺമെൻറ് കോളേജിലൊക്കെ കിട്ടണം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും അവർക്കത് കിട്ടിയില്ലെങ്കിൽ അവരിത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളോടുള്ള അനീതിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ ഒരു കാര്യവുമില്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രയോജനവുമില്ല. അതാണ് നിങ്ങൾ അത് മനസ്സിലാക്കിയുള്ള കാര്യം. ദയവ് ചെയ്ത് നിങ്ങൾ വിദ്യാർത്ഥികളോട് ഇങ്ങനെ കാണിക്കരുത്. മനസ്സിലായില്ലേ? ഈ ഒരു കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മാനസികമായിട്ട് തളർന്നു പോകും. കാരണം അവർ ഇത്രയും ചെയ്തിട്ട് അവർക്ക് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ വച്ചിരിക്കുക എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരും. അതും ഇതും കൂടെ കൂട്ടിക്കുഴച്ച് ഒരുമാതിരി കുഴമ്പ് പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്നിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കൊന്നും ഒരു കുറവുമില്ല. അവർക്ക് അതുണ്ട്, ഇതുണ്ട്, മറ്റതുണ്ട്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയണുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വേസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പം മേളിയിരിക്കുന്നവരൊക്കെ കണ്ടോളുമല്ലോ, അവരെല്ലാവരും കണ്ടോളും. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇന്നിവിടെ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് നിങ്ങൾക്ക് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. എനിക്ക് വ്യൂസ് ഉണ്ടാക്കാനായിട്ട് വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ കാര്യം എല്ലാവരിലോട്ടും എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എല്ലാവരും അറിയണം ഈ കാര്യം. ആരും പ്രതികരിക്കുന്നില്ല. ഇത്രയും യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട്. ഇവരെല്ലാം എന്താണ് ഇങ്ങനെ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഇവരെല്ലാവരും പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും വീഡിയോ എനിക്ക് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടിട്ട് ഒരു അർത്ഥവുമില്ല. ഇതുവരെ ഞാൻ ചെയ്ത വീഡിയോസിൽ ഒരു അർത്ഥവുമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്. നിങ്ങൾ അത്ര മാത്രം വിചാരിച്ചാൽ മതി. നമുക്ക് നോക്കാം ഏതുവരെ പോകുന്ന കാര്യങ്ങളൊക്കെ.